ഇടക്കൊച്ചിയിലെ കാര്യങ്ങളിപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ആ അതെ. വീടുകളിലൊക്കെ വെള്ളം കയറുകയാണ്. ആ പിന്നെ അധികാരികൾ കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തടയണ നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിക്കുന്നുള്ളൊരു വലിയ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇത് പക്ഷേ വിളിക്കുന്നത്. ഒരു പരിഹാരം മാത്രം കാണുന്നില്ല. ഉം, ഏറ്റവും പുതിയൊരു വാഗ്ദാനം കിട്ടിയിട്ട് അതിനുവേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 27 ദിവസമായി. അതാണ്. ഇത് വെറുമൊരു വെള്ളക്കെട്ട് എന്നതിനേക്കാൾ അതൊരു എന്താ പറയാ ഒരു വാഗ്ദാന ലംഘനത്തിന്റെ കൂടെ പ്രശ്നമാണ്. ശരിയാണ്. ഒരു സമൂഹം മുഴുവൻ നിസ്സഹായരായി നിൽക്കുന്നു. സ്വന്തമായിട്ടൊരു രക്ഷാമാർഗം നോക്കിയപ്പോൾ അതും തടഞ്ഞു എന്നാണല്ലോ അവർ പറയുന്നത്. അതെ അതെ. ആദ്യം ഒരു വലിയ പദ്ധതിയുടെ കാര്യം കേട്ടിരുന്നു, ഒരു 4.85 കോടിയുടെ. ഭയങ്കര വലിയ പ്രൊജക്റ്റ്. പക്ഷെ അതെന്തോ കടലാസിൽ തന്നെ ഇരുന്നു എന്ന് തോന്നുന്നു. ഒന്നും നടന്നില്ല. അപ്പൊ പിന്നെ ഗതികെട്ട് നാട്ടുകാർ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് താൽക്കാലികമായിട്ടൊരു ബണ്ട് കെട്ടാൻ നോക്കി. ഒരു ചെറിയൊരു പരിഹാരം. അപ്പോഴാണ് ഈ കൗൺസിലറുടെ ഇടപെടൽ വരുന്നത് അല്ലേ? അതെ. കോർപ്പറേഷനിൽ നിന്ന് ഉടനെ ഒരു 5 ലക്ഷം രൂപയുടെ ഫണ്ട് റെഡിയാക്കാം എന്നൊരു ഉറപ്പ്. ആ ഉറപ്പ് കിട്ടിയപ്പോൾ അവര് സ്വാഭാവികമായും നിർത്തിവെച്ചു. അവരുടെ ആശ്രമം അവര് നിർത്തി. എന്നാൽ ഇപ്പോ 27 ദിവസമായി. ആ 5 ലക്ഷത്തിന്റെ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. ഒരു പുരോഗതിയുമില്ല. അപ്പോൾ നാട്ടുകാർ ഇതിനെ വഞ്ചന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവര് വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. ഓരോ മഴ വരുമ്പോഴും ഈ പേടിയിലാണ് അവർ ജീവിക്കുന്നത്. സ്വന്തം വീടിനകത്ത് ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. കഷ്ടം തന്നെ. ഈ കാത്തിരിപ്പൊക്കെ മടുത്തിട്ടാണിപ്പോ ഇടക്കൊച്ചി ജനകീയ സമിതി ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. കേട്ടു. ജനകീയ തടയണ എന്ന പേരില്. അതെ. വരുന്ന ഞായറാഴ്ചയാണ്, ജൂലൈ 6-ന് രാവിലെ 10:30-ക്ക് സെന്റ് കാതറിൻ കോൺവെന്റിനടുത്താണ് സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞാല് അധികാരികളുടെ ഒരു നിസ്സംഗതയ്ക്കെതിരെയാണെന്ന് പറയാമല്ലേ? തീർച്ചയായും. ആ നിസ്സംഗതയ്ക്കെതിരെ തന്നെയാണ് ഈ സമരം. പിന്നെ ഇതൊരു വെറും പ്രൊട്ടസ്റ്റ് അല്ല. ഇതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെ. സ്വന്തം വീടും ജീവിതവുമൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് അവരിതിനെ കാണുന്നത്. വാഗ്ദാനമല്ല, പരിഹാരമാണ് വേണ്ടതെന്ന്. ശരിയാണ്. അത് കിട്ടും വരെ സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ നോക്കിയൊരു ജനത ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ച് 27 ദിവസമായി കാത്തിരിക്കുന്നു. ദുരിതം അതുപോലെ തുടരുന്നു. നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കൂ ഈ അവസ്ഥ. എന്തായാലും ഇടക്കൊച്ചിയിലെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.